നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. രാജ്യത്ത് ഇന്ന് പണിമുടക്കാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ നയങ്ങൾക്കെതിരെ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി പ്രഖ്യാപിച്ച പണിമുടക്ക്. അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്ക് 24 മണിക്കൂറാണ്. കേരളത്തിൽ ഭരണ പ്രതിപക്ഷ അനുകൂല സംഘടനകൾ പണിമുടക്കിന് പിന്തുണ നൽകുന്നതിനാൽ സംസ്ഥാനത്തെ പണിമുടക്ക് ബാധിക്കാനാണ് സാധ്യത. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഇൻഷുറൻസ് മേഖലയിലെ 100% വിദേശ നിക്ഷേപം ഒഴിവാക്കുക, കേരളത്തിലെ നെൽകർഷകർക്കുള്ള അധിക ബോണസ് നിർത്താനുള്ള കേന്ദ്ര നീക്കം പിൻവലിക്കുക, ജോലി സ്ഥിരത ഉറപ്പാക്കുക എന്നിങ്ങനെ ഒട്ടേറെ ആവശ്യങ്ങളുമായൊക്കെയാണ് പണിമുടക്ക്. കോടതി വാർത്തകളിലേക്ക് വന്നാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയിലെ ഹൈക്കോടതി വിധി ഇന്നാണ്. 2-3 കേസുകളിൽ നേരത്തെ ജാമ്യം ലഭിച്ച രാഹുലിന് ആദ്യ കേസിലെ വിധി നിർണായകമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശപ്രകാരം ഇന്ന് സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന നടക്കും. 3 ദിവസമാണ് ഈ പരിശോധന നീളുക എന്നാണ് കേൾക്കുന്നത്. അതോടൊപ്പം ഈ കട്ടിളപ്പാളി കേസുണ്ടല്ലോ, അതിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ ബൈജുവിൻ്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധിയാണ്. കുംഭമാസം 1-ാം തീയതിയാണ് നാളെ. മാസപൂജകൾക്കായി ഇന്ന് വൈകിട്ട് ശബരിമല നട തുറക്കുകയും ചെയ്യും. ലോകവാർത്തകളിലേക്ക് വന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നല്ലോ. അത് എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ അറിയാൻ ഉറ്റുനോക്കിയാണ് ലോകം. ഒരു 3 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ചർച്ചയാണ്. ഇറാനുമായുള്ള ആണവ ചർച്ചകളും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങളുമാണ് പ്രധാനമായും വിഷയമായത്. പക്ഷേ ചർച്ചയിൽ നിർണായകമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.